മത്തായി 6:1 പറയുന്നു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈ വാക്യത്തിൽ യേശു വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പ്രകടനത്തിനായി മാത്രം നീതി പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. തന്റെ നാളിലെ പരീശന്മാർക്ക് പൊതുസ്തുതി വളരെ ഇഷ്ടമായിരുന്നു. അവർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, ജനക്കൂട്ടത്തിന് മുന്നിൽ ഉദാരമായി കൊടുത്തു, നാടകീയമായ രീതിയിൽ ഉപവസിച്ചു, എല്ലാം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം മനുഷ്യ കരഘോഷമാണെങ്കിൽ ആ കരഘോഷം നിങ്ങളുടെ ഒരേ ഒരു പ്രതിഫലമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്ത് എല്ലാ നല്ല പ്രവൃത്തികളും പരസ്യപ്പെടുത്താൻ സോഷ്യൽ മീഡിയ പലരെയും പ്രേരിപ്പിക്കുന്നു. ദരിദ്രർക്ക് നൽകുന്നതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് എളിമയുള്ളതായി തോന്നിയേക്കാം, പക്ഷേ അത് രഹസ്യമായി ശ്രദ്ധ തേടുന്നതായിരിക്കാം. പള്ളികളിൽ പോലും ദൈവത്തെ ബഹുമാനിക്കുന്നതിന് പകരം പ്രശംസിക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെ ആളുകൾ സേവിക്കുകയോ പാടുകയോ പഠിപ്പിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു. പ്രകടനത്തെക്കാൾ ഉദ്ദേശശുദ്ധി അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം പരിശോധിക്കുക, സ്വയം ചോദിക്കുക, ദൈവമല്ലാതെ മറ്റാരും കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇത് ചെയ്യുമോ? മറഞ്ഞിരിക്കുന്ന പ്രതിഫലം അന്വേഷിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഉദ്ദേശം സ്നേഹമായിരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവൃത്തികൾ പ്രദർശനത്തിലല്ല, ഭക്തിയിൽ വേരൂന്നിയതായിരിക്കട്ടെ.